കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഫെലനോസിസ് ഓർക്കിഡ് 12 കൊല ഫ്ലവർ തന്ന നമ്മളെ മദർ പ്ലാന്റിൻ്റെ അവസ്ഥ ഇപ്പോൾ എത്ര ഫ്ലവറുമായിട്ട് വീണ്ടും നിൽക്കണം നോക്കി. നല്ല ഭംഗിയായിട്ട് കൊല ഫ്ലവറായിട്ട് നിറയെ ഫ്ലവറാണ് കണ്ട. ഇതെല്ലാം ഒരു ചെടിയിലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കണ്ട, ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കണേണ്ട. എല്ലാത്തിലും ഫ്ലവർ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. മുമ്പ് നമുക്ക് 12 സ്റ്റെമ്മ് ഫ്ലവർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൽ 9ഓളം സ്റ്റെമ്മ് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വന്നുകൊണ്ടും ഇരിക്കുകയാണ്. ഫ്ലവറിനായിട്ടുള്ള പൂമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിലെല്ലാം ഇതൊക്കെ വിടരാനായിട്ട് ഇനിയുണ്ട്. നമ്മളെ പഴയ സ്റ്റെമ്മ് പഴയതൊക്കെ ഇതാണ് ഫ്ലവറിൻ്റെ. ഇതെല്ലാം ഉണങ്ങിപ്പോയി. നമ്മൾ ഫ്ലവറിന് മുട്ട് വീണ്ടും വരുമെന്നറിയാൻ വേണ്ടിയിട്ടാണ് നിർത്തിയിരുന്നത്. ചിലപ്പം ഇതിൽ തയ്യായിരിക്കും വരുമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയെന്ന്. പക്ഷേ വന്നതെല്ലാം കുറേ ഇതിലെല്ലാം നമുക്ക് ഫ്ലവറിനുള്ളത് തന്നെ വന്ന് കുറേയൊക്കെ അങ്ങ് ഉണങ്ങിപ്പോയി. അപ്പോൾ ഉണങ്ങിപ്പോയതെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ സുന്ദരിക്ക് കുറച്ച് ദിവസമായി വളമൊക്കെ കൊടുത്തിട്ട്, അപ്പോൾ ഇന്നെത്തി വളം കൂടെ കൊടുക്കണേ. അപ്പം നിങ്ങളുമായിട്ട് അതും കൂടെ ഒന്ന് കാണിക്കാൻ. കുറേ നാളായില്ലേ ഇതിനെ കാണിച്ചിട്ട്. വെയിറ്റ് കൊണ്ട് താന്ന് നിൽക്കുകയാണ്. ഇതുപോലെ ആരെങ്കിലും വീട്ടിൽ കൂട്ടുകാർ നിങ്ങളെ കയ്യിലൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന വളങ്ങളും ഇതിൻ്റെ കെയറിങ്ങൊക്കെ ആയിട്ട് കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി കാണണേ. ഭയങ്കര ഭംഗിയില്ലേ? ഇത് വെയിറ്റ് കൊണ്ട് ഞാൻ താന്ന് കിടക്കുകയാണ്. നമുക്ക് കെട്ടിക്കൊടുക്കാനൊന്നുള്ള ഇടമില്ല, കെട്ടിക്കൊടുത്തിട്ടില്ല. ഈ ഓർക്കിഡിന് വളം കൊടുത്തിട്ട് ഇത്തിരി ദിവസമായി. ഇന്ന് ഇത്തിരി വളം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഇവർ തമ്മിൽ മത്സരിക്കുകയാണെന്ന് തോന്നുന്നത്. ഇവിടെ ഇത് മിനിയേച്ചറാണേ. ഇതും ചില്ലറക്കാരിയല്ല. ഇവിടെ 8 സ്റ്റെമ്മ് ഫ്ലവർ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 9 ചെറിയ ഇതിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വിടരാനായിട്ട് ഒരുപാടുണ്ട്. ഇത് കണ്ട, ഇതുപോലെ വരണുണ്ട്. കണ്ട, ഇതും കുറേ നാളിതുപോലെ നിൽക്കും. ഇത് ചെറിയ ഇതായിരിക്കുന്നേ ഉള്ളൂ, ചെറിയ ഫ്ലവറിന് മാത്രമേ ഉള്ളൂ. ഇത് നല്ല വലിപ്പമുള്ള സുന്ദരി. അപ്പോൾ ഞാൻ NPK എടുത്തിട്ടുള്ള 19 ഒന്ന് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവേണേ. ഇലയിലും അതിൻ്റെ വേര് ഭാഗത്തും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ എത്രത്തോളം സ്പ്രേ ഒക്കെ ചെയ്ത് വളമൊക്കെ ചെയ്ത് എത്രത്തോളം നോക്കോ അതുപോലെ ഇവർ നമ്മളെ സ്നേഹിക്കും, സന്തോഷിപ്പിക്കും. ഇതുപോലൊരു ഓർക്കിഡ് പൂത്ത് തന്നാൽ മതി കേട്ടാ. നമ്മളെ പൂന്തോട്ടം അതിമനോഹരമാവാൻ ഇതുപോലൊരു ചെടി എല്ലാ കൂട്ടുകാരും വാങ്ങിച്ച് വയ്ക്കണേ. അപ്പോൾ ഓരോരുത്തർ കമൻ്റായിട്ട് ചോദിക്കും, ഈ പ്ലാന്റ് കൊടുക്കാനുണ്ടോ, ഇതിൻ്റെ തൈ ഉണ്ടോ എന്ന്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ തൈ സെയിലിനായിട്ടില്ല. കുറച്ച് തൈയൊക്കെ ഉണ്ടായിരുന്നു, മിനിയേച്ചർ ടൈപ്പിൻ്റെ തൈകൾ. അതിൻ്റെയൊക്കെ കൊടുത്ത്. നമ്മളെ സുന്ദരി ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ ആരും മറക്കരുതേ. ഓക്കേ.